മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് പുതിയ ഒരു പരാതി കടൽ കടന്നെത്തിയ വിവരവും ഞാൻ മറ്റൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞു. പരാതി വന്നതിന് ശേഷം പോലും പരാതിക്കാരിയെ അവമാനിക്കുന്നതിലേക്ക് ആ പരാതിക്കാരിയുടെ അനുഭവം കണ്ടിട്ടാണ് മറ്റ് പരാതിക്കാർ പരാതിയുമായിട്ട് വന്നത്. അതിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ പരാതി വെളിച്ചത്ത് വരികയാണെങ്കിൽ പുള്ളി വളരെ കാലം സൂര്യപ്രകാശം കാണുകയില്ല. അതുപോലത്തെ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റാണ് അയാൾ ചെയ്തത്. അപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് സുഖകരമായ ജയിൽവാസം ആശംസിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ മറ്റാരെങ്കിലുമൊക്കെ ഞെട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ഞെട്ടലും ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന കാര്യത്തിൽ എനിക്ക് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് പുതിയ ഒരു പരാതി കടൽ കടന്നെത്തിയ വിവരവും ഞാൻ മറ്റൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യത്തെ പരാതിയല്ല, ഇത് മൂന്നാമത്തെ പരാതിയുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് അനവധി പരാതികൾ KPCC ഓഫീസിലും AICC ആസ്ഥാനത്തുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ കോൺഗ്രസ്സുകാർ അത് പൂഴ്ത്തി വയ്ക്കാനും പതുക്കി വയ്ക്കാനും അദ്ദേഹത്തെ വെള്ളപൂശാനും പരമാവധി സംരക്ഷിക്കാനുമാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ആദ്യമായിട്ടൊരു പരാതി രേഖാമൂലം കിട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാനും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും VD സതീശൻ മുൻകൈയെടുത്ത്. രമേശ് ചെന്നിത്തലയും ജോസഫ് വാഴക്കനും അടക്കം ബാക്കി നേതാക്കന്മാരും അതിന് പിന്തുണ കൊടുത്ത്. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വന്ന പരാതി പോലെയോ അല്ലെങ്കിൽ M. വിൻസെൻ്റ് MLAക്കെതിരെ വന്ന പരാതി പോലെയോ അല്ല. അവിടെയൊക്കെ ഒറ്റക്കൊരു പരാതി അല്ലെങ്കിൽ ഒരു പരാതിക്കാരിയേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുലിനെതിരായിട്ട് നിരവധി പരാതികളുണ്ട്, അനവധി പരാതിക്കാരുണ്ട്. അതിൽ സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിൽപ്പെട്ട ആളുകളുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാധാരണക്കാരുണ്ട്, സ്കൂൾ വിദ്യാർത്ഥിനികൾ വരെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരാതികളൊക്കെ കിട്ടിയിരുന്നു. ഇവരാരും പോലീസിൽ പോയി പരാതിപ്പെടാതെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സാമൂഹ്യ വ്യവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. പരാതി കൊടുക്കുന്ന ആളുകൾ അവഹേളിതരാകും. സൂര്യനെല്ലി കേസിലെ പരാതിക്കാരിയെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്കോ പിതാവ് പീഡിപ്പിച്ച കന്യാസ്ത്രീയെ പോലെ, അതുമല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റ് പല കേസിലെയും ഇപ്പോൾ ഈ രാഹുലിനെതിരെ തന്നെ ആദ്യം പരാതി കൊടുത്ത പരാതിക്കാരിയെ പോലെ ഇവരൊക്കെ സാമൂഹ്യ മാധ്യമത്തിലും പൊതുമാധ്യമത്തിലും പൊതുജീവിതത്തിലും അവഹേളിക്കപ്പെടും, അപഹസിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചത് ഇവരെ ആസ്വദിച്ചുകൊണ്ടല്ല. മാത്രമല്ല ഇയാളുടെ രീതികൾ എന്ന് പറയുന്നത് വിചിത്രവും മിക്കവാറും ഭയാനകവുമാണ്. ഈ പരാതിക്കാർ പറയുന്നത് കേട്ടാൽ നമ്മുടെ ചോര ഉറഞ്ഞു പോകും. അതുപോലത്തെ അതിക്രമങ്ങളാണ് പുള്ളി ഓരോ സ്ത്രീയോടും ഓരോ പെൺകുട്ടിയോടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. വളരെ മനോവിഭ്രാന്തി ബാധിച്ച ആളെപ്പോലെ ഒരു സൈക്കോപാത്ത് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രവൃത്തികളും പെരുമാറ്റങ്ങളുമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഈ TV-യിലും അല്ലെങ്കിൽ പൊതു രംഗത്തും കാണുന്ന സുസ്മേരവദനായ സുന്ദരനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലല്ല. വളരെ സ്വഭാവ വൈചിത്ര്യങ്ങളുള്ള വിചിത്രമായ പെരുമാറ്റങ്ങളും പൈശാചികമായ രീതികളുമുള്ള ഒരു മനുഷ്യനടിയാണ്. ഇയാളെ കോൺഗ്രസ്സിൽ നിന്നല്ല ഒരു പാർട്ടിയിലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അയാളെ ഏറ്റവും പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഈ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചത് അവരുടെ മുമ്പിൽ ഇതിനു മുമ്പ് തന്നെ പല പരാതികളും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. AICC ഓഫീസിൽ കിട്ടുന്ന പരാതികൾ, KPCCയിൽ കിട്ടുന്ന പരാതികൾ, അതിൽ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാർ കൊടുത്ത പരാതികളുണ്ട്, ചില നേതാക്കന്മാരുടെ പെൺമക്കൾ കൊടുത്ത പരാതികളുണ്ട്. ഇതൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ പാലക്കാട്ട് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതും മത്സരിപ്പിച്ച് ജയിപ്പിച്ചതും MLA ആക്കിയതും ഒക്കെ. അപ്പോഴൊക്കെ അവർ വിചാരിച്ച് ഇയാളെക്കുറിച്ച് പരാതി പുറത്തു വരില്ല എന്നാണ്. മാത്രവുമല്ല ഇനിയിപ്പോൾ MLA ആയ സ്ത്രീക്ക് ആരും പരാതി കൊടുക്കുകയില്ല എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ഇയാൾ ഈ പ്രശ്നം ഒത്തീർപ്പാക്കുമെന്നൊക്കെ അവർ വ്യാമോഹിച്ച് കാണും. പക്ഷേ സംഭവിച്ചതൊന്നുമല്ല. MLA ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതാപം വർദ്ധിച്ചു, അദ്ദേഹത്തിൻ്റെ പരാക്രമവും വർദ്ധിച്ചു. പുള്ളി മണ്ഡലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇതുപോലെ ഓരോ സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്നതിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് വളരെ അരുചികരമായിട്ട് തോന്നും. പക്ഷേ സത്യം അതാണ്. നമ്മുടെ നാട്ടിലെ പല സത്യങ്ങളും വളരെ വളരെ പൈശാചികവും ഭയാനകവുമാണ്. മൃഗീയമെന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നത്. കാരണം മൃഗങ്ങളെ അവമാനിക്കുന്നതിന് തുല്യവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അയാൾ പൊതുജീവിതത്തിൽ നിൽക്കുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നു, MLA ആകുന്നു. അതിനുശേഷവും ഇയാളുടെ പതനത്തിലേക്ക് വഴിതെളിച്ച് കുറച്ചുകൂടി കൗതുകകരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അതായത് പരാതികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നതിൽ ഹൂ കെയേഴ്സ് എന്ന നിലപാടും. അത് കഴിഞ്ഞ്
പരാതി വന്നതിന് ശേഷം പോലും പരാതിക്കാരിയെ അവമാനിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ആ പരാതിക്കാരിയുടെ അനുഭവം കണ്ടിട്ടാണ് മറ്റ് പരാതിക്കാർ പരാതിയുമായിട്ട് വന്നത്. ആദ്യത്തെ പരാതി തന്നെ ഉണ്ടായത് ഇയാളുടെ ഈ രീതിയിലുള്ള ധിക്കാരമായ പെരുമാറ്റം കൊണ്ടാണ്. അല്ലെങ്കിൽ പരാതി കൊടുത്ത സ്ത്രീയെ തന്നെ അവമാനിക്കുന്നു. പരാതി കൊടുക്കാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇയാളുടെ കിങ്കരന്മാരും അയാൾ വാടകയ്ക്കെടുത്ത ചില യൂട്യൂബ് ചാനലുകാരും അതുപോലെ മറ്റ് ചില താല്പര്യ കക്ഷികളും കുബുദ്ധികളും ചേർന്ന് അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഈ പരാതിക്കാരി രംഗത്ത് വന്നത്. അവരുടെ ഐഡൻറ്റിറ്റി ഇയാൾ വെളിപ്പെടുത്തുന്നു, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കാലാവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്, അവരുടെ ജോലി തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് അവർ പരാതിയുമായിട്ട് വരുന്നു. ഈ പരാതി വന്നപ്പോഴാണ് ബാക്കി അതിജീവിതമാർക്ക് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലായത്. അവർ തൽക്കാലം ഈ ആദ്യത്തെ അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ പരാതി കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. പരാതി കൊടുത്ത് ഇനി അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. അപ്പോഴത്തേക്കും രണ്ടാമത്തെ പരാതിക്കാരി ബാംഗ്ലൂരിൽ നിന്ന് KPCC ഓഫീസിലേക്ക് KPCC പ്രസിഡൻറ്റിന് പരാതി കൊടുക്കും. അതിൻ്റെ പുറത്ത് കേസെടുക്കുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ, NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ദിനത്തിൽ പങ്കെടുക്കാൻ പോകും. അവിടെ വെച്ച് മുതിർന്ന നേതാവ് PJ കുര്യനുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അല്ലെങ്കിൽ PJ കുര്യനെ ഇയാൾ മൂക്കിൽ വലിച്ചു കളയും എന്ന രീതിയിൽ എന്തോ ഒന്ന് സംസാരിക്കും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇദ്ദേഹവും പിന്നീട് PJ കുര്യനും സ്ഥിരീകരിച്ചുവെങ്കിലും അവിടെ നടന്നതൊന്നുമല്ലെന്നുള്ളത് ഈ നാട്ടിൽ അരിയാഹാരമല്ല ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും അറിയാം. ആ ഒരു ഘട്ടത്തിലാണ് ഈ വിദേശത്തുള്ള അതിജീവിത ഇപ്പോൾ ഇങ്ങനൊരു പരാതിയുമായിട്ട് വന്നിട്ടുള്ളത്. എല്ലാ പരാതികളുടെയും സ്വഭാവം ഒന്ന് തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ രീതികളും ഒന്ന് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന പരാതികളിലും പരാതി വരും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. നമ്മുടെ ഒരു പ്രസിദ്ധമായ മാധ്യമ സ്ഥാപനത്തിലെ ഒരു പ്രവർത്തക, അതുമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂൾ വിദ്യാർത്ഥികൾ വരെയുണ്ട്. ഇവരൊക്കെ പരാതിയുമായിട്ട് വന്നാൽ അതിൽ ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞ പരാതി വെളിച്ചത്ത് വരികയാണെങ്കിൽ പുള്ളി വളരെ കാലം സൂര്യപ്രകാശം കാണുകയില്ല. അതുപോലത്തെ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഇയാളെയൊക്കെ അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചാൽ അത് നമ്മുടെ മലയാള ഭാഷയുടെ എന്നൊരു വലിയ വാതകമായിരിക്കും ഇദ്ദേഹം വിചാരിക്കുന്നത്. ഇതിനേക്കാളും വഷളായ വാക്കുകളാണ് അയാളെക്കുറിച്ച് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് സുഖകരമായ ജയിൽവാസം ആശംസിക്കും. അദ്ദേഹത്തെ പോലെയുള്ള ക്രിമിനലുകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, അവർക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പൂജപ്പുര ജയിലും വിയ്യൂർ ജയിലും കണ്ണൂർ ജയിലും ഒക്കെ പണ്ട് തന്നെ നമ്മുടെ കാരണവന്മാർ പണിയിച്ചിട്ടുള്ളത്. പുള്ളി കുറച്ച് നാൾ അവിടെ കിടക്കട്ടെ. ഇനി യൂട്യൂബ് ചാനലിൽ വന്ന് തെറി പറയുന്ന ആളുകൾ എന്നെ തെറി പറയും എന്നറിയാം. പക്ഷേ ഈ തെറി കേട്ടാലും ഞാൻ പേടിക്കുന്ന ആളല്ല. അതുകൊണ്ട് തെറി പറയേണ്ടവർക്ക് പറയാം. ഏതായാലും ദിലീപിനും അതുപോലെയുള്ള മറ്റ് യോഗ്യന്മാർക്കൊക്കെ ആശ്വസിക്കാം. അവരെ പോലെ ഒരാൾ കൂടി വന്നല്ലോ. ഫ്രാങ്കോ പിതാവിൻ്റെയും ദിലീപിൻ്റെയും പൾസർ സുനിയുടെയൊക്കെ പാത പിന്തുടർന്ന് ഒരു യോഗ്യനും കൂടി രംഗത്ത് വന്നു എന്ന് കരുതി അവർക്ക് സമാധാനിക്കാം. അങ്ങനെയുള്ള ആളുകളുടെ വംശം കുറ്റിയാറ്റ് പോയിട്ടില്ല എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. അദ്ദേഹത്തിന് സുഖകരമായ സന്തോഷകരമായ ജയിൽ ജീവിതം ആശംസിക്കുന്നു.